നമസ്കാരം. ജാതക കഥകളിലെ 30ാമത്തെ കഥ, ഒരുമയുടെ ബലം. കാട്ടിൽ ഉയരമുള്ള ഒരു മരത്തിൽ ധാരാളം കുയിലുകളുണ്ടായിരുന്നു. ബോധിസത്വനാണ് അവരുടെ നേതാവ്. പക്ഷികളെ വലവച്ച് പിടിക്കുന്ന ഒരു വേടൻ ഈ കുയിലുകളെ കണ്ടു. അവയെ പിടിക്കാനായി അയാൾ കുയിലിനെ പോലെ കൂവി. ആ ശബ്ദം കേട്ട് കുയിലുകൾ കൂട്ടമായി പറന്നു വന്ന് വലയിൽപ്പെട്ടു. വേടൻ അവയെ പിടിച്ചുകൊണ്ടുപോയി. തങ്ങളുടെ കൂട്ടർക്ക് ഇങ്ങനെ തുടരെ നാശമുണ്ടാകുന്നത് കണ്ട് ബോധിസത്വൻ മറ്റു കുയിലുകളെ വിളിച്ചു പറഞ്ഞു, വേടനാണോ നമ്മളിൽ ആരെങ്കിലുമാണോ കൂവുന്നത് എന്ന് തിരിച്ചറിയാനാവില്ല. കൂവൽ കേട്ടിട്ട് പറന്നു ചെല്ലാതിരിക്കുന്നതും ശരിയല്ല. ഒരു കാര്യം ചെയ്യണം. വലയിൽപ്പെട്ടാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് പറന്നുയരണം. ആ വലയുമായി നമുക്ക് പോരാം. കുയിലുകൾക്ക് ബോധിസത്വൻ്റെ അഭിപ്രായം സമ്മതമായി. അടുത്ത ദിവസവും വേടൻ വന്നു. അയാൾ കുയിലിനെ പോലെ കൂവി. അത് കേട്ട് അവർ പറന്നു ചെന്നു. വലയിൽപ്പെട്ടപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പറന്നുയർന്നു. ഒന്നിച്ചായതിനാൽ ആർക്കും പ്രയാസം തോന്നിയില്ല. വേടന് വലയും നഷ്ടമായി. ബോധിസത്വൻ വന്ന് വല കടിച്ചു മുറിച്ച് കുയിലുകളെ മോചിപ്പിച്ചു. അതോടെ ഒരുമയുടെ ബലം അവർക്ക് ബോധ്യമായി. നന്ദി.